ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പത്തനംതിട്ടയിലെ ദേവയാനി നമ്മുടെ നയനയാണ് ദേവയാനിക്ക് കരൾ നൽകി സഹായിച്ചത് എന്നുള്ള സത്യം തിരിച്ചറിയാണ് ചെയ്യുന്നത്. അന്ന് അമ്പലത്തിൽ പോകുന്ന സമയത്ത് തന്നെ അവിടുന്ന് ദേവയാനി നയനയെ കണ്ടിരുന്നു. അപ്പോൾ നയനയെ അമ്മ പിടിച്ചുകൊണ്ടായിരുന്നു നയന നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ ദേവയാനിക്ക് ചെറിയ സംശയങ്ങളൊക്കെ തോന്നുമായിരിക്കും. ആ സമയം ജലജയാണെങ്കിലും ഇനി അവൾ പ്രഗ്നൻ്റ് ആയിരിക്കും, അവളുടെ കൊച്ചിനെ തന്ത വേറെ ആരെങ്കിലും ആയിരിക്കും എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിലും ദേവയാനി ഇങ്ങനെ പറയുന്നുണ്ട്, അതങ്ങനെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് ജലജെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കാരണം ആ ഒരു അപ്പം തന്നെ ഒരു മാറ്റം തുടങ്ങിക്കഴിഞ്ഞു നമ്മുടെ ദേവയാനിക്ക്. അല്ലെങ്കിൽ പഴയ ഒരു സ്വഭാവമാണെങ്കിൽ അതിനോടുകൂടി ഒത്തുചേർന്ന് പറഞ്ഞേനെ നമ്മുടെ ദേവയാനി അല്ലേ. അപ്പോൾ ഇനി വരുന്ന ഓരോ എപ്പിസോഡിലും നയനയാണ് കരൾ കൊടുത്തത് എന്നുള്ള ആ ഒരു കാര്യം തിരിച്ചറിയുന്നതായിരിക്കും നമ്മുടെ ദേവയാനി. അതൊക്കെയായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംശയങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ദേവയാനി ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത്. അങ്ങനെ ആ ഒരു സത്യം നമ്മുടെ ദേവയാനി തിരിച്ചറിയായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ തിരിച്ചറിയുന്ന സമയത്ത് ദേവയാനി ശരിക്കും തകർന്നു പോകുന്നൊരു നിമിഷം തന്നെയാണെന്ന് തന്നെ പറയുക. കാരണം അത്രയ്ക്ക് ദ്രോഹിച്ചിട്ടുണ്ട് നയനയോടും നയനയുടെ കുടുംബത്തോടും അല്ലേ. എന്നിട്ട് പിന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ദേവയാനി ആലോചിച്ച് ഇങ്ങനെ സങ്കടപ്പെടുകയായിരിക്കും ചെയ്യുന്നത്. അന്ന് ഹോസ്പിറ്റലിലായിരുന്നെങ്കിലും കനകയും അതുപോലെ തന്നെ നന്ദുവും അന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴായിരിക്കും നമ്മുടെ ദേവയാനി ഈ സമയത്തായിരിക്കും ഓർക്കുന്നത്. അപ്പോൾ അന്ന് അവർ അവിടെ വന്നിട്ടുണ്ടായിരുന്നത് നയനയെ കാണാനായിരിക്കും. നയനയ്ക്കും സർജറി നടന്നിരുന്ന സമയത്ത് അവളെ ഒരു നോക്ക് കാണാൻ വന്നതായിരിക്കും, അവളുടെ കൂടെ നിൽക്കാൻ വന്നതായിരിക്കും. എന്നിട്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ദേവയാനി ആണെങ്കിൽ ആകെ തകർന്നു പോവാണ്. കരഞ്ഞ് കരഞ്ഞ് പറയുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ എപ്പോഴും എന്തൊക്കെ ചെയ്താലും ശരി, ഞാൻ ആ ചെയ്ത തെറ്റിനൊന്നും ഒരിക്കലും അത് മാറില്ല. പക്ഷേ ഇനി അതെല്ലാം ഓർത്തോർത്ത് സങ്കടപ്പെട്ട് ജീവിക്കുക അല്ലാണ്ട് വേറെ വഴിയില്ല. പക്ഷേ ഇനി എന്തൊക്കെയാണെങ്കിലും ഞാൻ നയനയ്ക്ക് ഒരു പടി താഴെ തന്നെയായിരിക്കും ഇനി ഉണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. എനിക്ക് ചെയ്ത തെറ്റുകളൊക്കെ തിരുത്തണം എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. എന്നിട്ട് പിന്നെ നേരെ ചെല്ലുന്നത് ദേവയാനി നേരെ നയനയെടുത്തായിരിക്കും ചെല്ലുന്നത്. എന്നിട്ട് നയനയെടുത്താണെങ്കിലും സംസാരിക്കുകയായിരിക്കും. നീയായിരുന്നു എനിക്ക് തന്നിട്ടുണ്ടായിരുന്നതല്ലേ, നീ എന്തിനാണ് മറച്ചു വെച്ചത് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നയനയാണെങ്കിലും പറയുന്നുണ്ട്, അമ്മയ്ക്കത് ഇഷ്ടപ്പെടില്ലല്ലോ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ പറയാതിരുന്നത് എന്നുള്ള കാര്യമാണെങ്കിലും പറയുന്നുണ്ടാവും. അങ്ങനെ അവർ തമ്മിൽ സങ്കടകരമായ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. എന്നിട്ട് പിന്നെ ദേവയാനി നയനയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് റെഡി ആയിട്ട് വരികയായിരിക്കും. ആ സമയം നയനയാണെങ്കിലും ബാഗൊക്കെ റെഡിയാക്കി വരും. എന്നിട്ട് നമ്മുടെ നയനയുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അല്ലേ, ഇനി അമ്മ വിളിക്കാതെ ഞാൻ അങ്ങോട്ട് തിരിച്ച് വരില്ലെന്നും അതുപോലെ തന്നെ ആദർശമായിട്ട് മലയ്ക്ക് പോയി വരുന്ന സമയമാകുമ്പോഴേക്കും അമ്മ എന്നെ സ്നേഹിച്ചു തുടങ്ങണം, അമ്മ എന്നെ അംഗീകരിക്കണം എന്നുള്ള ആഗ്രഹം നമ്മുടെ നയനയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പൂവണിയുന്ന നിമിഷം തന്നെയാണ് നയനയ്ക്ക് ഇനി. എന്നിട്ട് പിന്നെ ദേവയാനി ആണെങ്കിലും പതുക്കെ കൈ പിടിച്ച് നയനയെ പിടിച്ചുകൊണ്ട് പോവുമായിരിക്കും. കൈയൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊരു കാറിൽ തിരിച്ച് തറവാട്ടിലേക്ക് കൊണ്ടുപോകായിരിക്കും. അപ്പോൾ കനകയാണെങ്കിൽ ആ കാഴ്ച കാണുമ്പോൾ വളരെ സന്തോഷത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരിക്കും. എല്ലാം ശരിയായി, ഭഗവാനോട് നന്ദി പറഞ്ഞ് കനകയാണെങ്കിലും ഈ ഒരു കാഴ്ച ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയായിരിക്കും. അങ്ങനെ ഇനി വരുന്ന എപ്പിസോഡിൽ നയനയെ കൈപിടിച്ചുകൊണ്ട് ദേവയാനി തറവാട്ടിലേക്ക് ചെല്ലുന്നതും അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ ഒരു കാഴ്ച കണ്ട് ഞെട്ടുന്ന അവിടെ കുറേ പേരുണ്ടല്ലോ, അവരൊക്കെ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ നല്ല രസമായിരിക്കും അല്ലേ. അതുമാത്രമല്ല, ഇത്രയും നാൾ ഇവർ രണ്ടാളും നയനയോട്, അതായത് നയനയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നു, പക്ഷേ ദേവയാനിക്ക് തിരിച്ച് വെറുപ്പ് മാത്രമായിരുന്നു. അവർ രണ്ടാളും അത്ര ഒത്തൊരുമയിലൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഇനി ഇവർ രണ്ടുപേരും ഒത്തുചേർന്ന് എന്തൊക്കെ കാര്യങ്ങൾ ശരിയാക്കും എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയണം. അപ്പോൾ അതിഗംഭീരമായിട്ടുള്ള എപ്പിസോഡുകൾ തന്നെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു എപ്പിസോഡുകൾ തന്നെ ആയിരിക്കും. അപ്പോൾ ആരും കാണാൻ മറക്കരുത്. ഓരോ എപ്പിസോഡിൻ്റെ റിവ്യൂസും അതുപോലെ തന്നെ പ്രൊമോ വിശേഷങ്ങളും ഞാൻ ഈ ചാനലിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.